Good afternoon. Good afternoon, madam. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. Good afternoon. എല്ലാരും വായിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. സബ് സെന്റർ പറഞ്ഞ ഒരാള്. സബ് സെന്റർ എന്താ? സബ് സെന്റർ റംസിയ. സബ് സെന്റർ എന്താ? പ്രാഥമിക. പറഞ്ഞോ. എങ്ങനെയാ സബ് സെന്ററിലെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടുന്നേ? എങ്ങനെയൊക്കെയുള്ള സർവീസ് അവിടെ കൊടുക്കുന്നേ സബ് സെന്റർ? ആരാ പറയാ? അലീന, ആരെങ്കിലും ഒരാള് പറയട്ടോ. അറിയില്ലെന്നോ? കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞ ആരെങ്കിലും ഒരാള് പറഞ്ഞു കേട്ടോ. ചെയ്യുന്നത് പ്രൈമറി കെയർ ആണ്, അതായത് ബേസിക് ആയിട്ടുള്ള കെയർ. അതുപോലെ ഡെയിലി പ്രവർത്തിക്കുന്ന ഒന്നല്ല, വീക്കിലി 1-2 തവണ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. 1-2 വർക്കേഴ്സ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ആ സബ് സെന്റേഴ്സിൽ 5000 ആളുകളെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അത്രേ ഉള്ളൂ സബ് സെന്ററിനെ കുറിച്ചിട്ട്. It is a temporary structure. ടെമ്പററി സ്ട്രക്ചർ ആണ് എന്ത് സബ് സെന്റർ എന്ന് പറയുന്നത് അല്ലേ? ടെമ്പററി സ്ട്രക്ചർ ആണ്. പിന്നെ It serves 5,000 people. It serves 5,000 people. 5,000 പീപ്പിളിനെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര വർക്കേഴ്സ് ആണ് അവിടെ ഉള്ളത്? വർക്കേഴ്സ് 1 to 1 കെയർ പ്രൊവൈഡേഴ്സ്. 1 to 2 കെയർ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ It provides basic medical service like immunization. It provides basic medical service like immunization program. Okay. ഇനി PHC-ലേക്ക് വരികയാണെങ്കിലോ? PHC എന്തൊക്കെയാണ്? Five beds ഉണ്ടാവും. 1 to 12 doctors ഉണ്ടാവും. സബ് സെന്റേഴ്സിന്റെ ഇൻചാർജ് PHCs ആയിരിക്കും. പിന്നെ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3000 ആളുകൾക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. 30,000 ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ 14 പാരാമെഡിക്കൽ ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ഉണ്ടാവും. 14 പാരാമെഡിക്കലിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി CHC-ലേക്ക് പോകാം. CHC എന്ന് പറഞ്ഞാല് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് കേട്ടോ. CHC എന്ന് പറയുന്നത് the secondary sector of the Indian healthcare system contains rural hospitals and community health centers serving 4 PHCs. The CHC's specialized medical service are meant for 1,20,000 people. Community health center are supposed to have at least 13 beds, an operation theater, laboratory, X-ray facilities, as well as a team of 4 medical specialists. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ എന്ത് പറയുന്നേ? CHC എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾക്കിപ്പോ നിങ്ങളിപ്പോ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എന്ത് CHCക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ? നിങ്ങൾ പോയിട്ടില്ലേ? അവിടെ എന്തൊക്കെ സർവീസ് ആണോ കിട്ടുന്നത് അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. The secondary sector of the Indian healthcare system ആണെന്ത് CHC എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ secondary sector of the Indian healthcare system.
Rural hospitals and community health centers CHC serving 4 PHC. അപ്പോ ഇതിനകത്ത് പറയുന്നത് 4 PHC-കളെയാണ് ഒരു CHC എന്ത് ചെയ്യുന്നത് സർവ് ചെയ്യുന്നത് കേട്ടോ. 4 PHC-കൾ. ഓക്കെ, അപ്പോ ഒരു CHC-യുടെ അണ്ടറിലായിട്ട് എന്ത് വരുന്നുണ്ട്? 4 PHC വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സബ് സെന്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? സബ് സെന്റർ എത്ര വരുന്നുണ്ട് PHC-യുടെ അണ്ടറിലാണെങ്കിൽ? 6 അല്ലെ? 6 വരുന്നുണ്ട്. ഇവിടെ CHC-യുടെ അണ്ടറിലാണെങ്കിൽ 4 PHC-യും വരുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ഇവിടെ പറയുന്നത് ഒരു CHC, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നമുക്ക്, അതായത് അവർ സെർവ് ചെയ്യുന്നത് എത്ര ആളുകളെ എന്ന് വെച്ചാല് 1,20,000 പീപ്പിളിനെയാണ് അവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. 1,20,000 പീപ്പിളിനെയാണ് ഒരു CHC സെർവ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എത്ര ബെഡ്സ് ഉണ്ട്? അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ്, അതായത് 30 കിടക്കകൾ വരെ എന്തിലാവാം? CHC-ക്ക് ആവാം. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ കാണപ്പെടും. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും, പിന്നെ ലബോറട്ടറി ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റേ ഉണ്ടാകും, പിന്നെ എന്താണ്, സ്പെഷ്യലിസ്റ്റുമാരുണ്ടാവും. ഓക്കെ, നമ്മൾക്ക് സബ് സെന്ററിലും അതുപോലെ തന്നെ PHC-യിലും നമുക്ക് സ്പെഷ്യലിസ്റ്റുമാരൊന്നും കാണാൻ സാധിക്കില്ല. CHC-യിലോട്ട് വന്നാലാണ് പ്രത്യേകം എന്തുണ്ടാവും? ഡോക്ടർമാർ അവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. PNT സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഐയുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഓർത്തോയുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക CHC-യിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് ഇതൊന്ന് പോയിന്റ് ആയിട്ടുള്ള നോട്ട് ചെയ്തെടുക്കാം അല്ലെ? അപ്പൊ CHC-ന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. CHC-ന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താ വരിക? ഫസ്റ്റ് പോയിന്റ് എന്താ വരിക? ഫസ്റ്റ് പോയിന്റ് Secondary sector of the Indian healthcare system. The secondary sector of the Indian healthcare system. The secondary sector of the Indian healthcare system. അടുത്ത പോയിന്റ് എഴുതാം. CHC serving 4 PHCs. CHC serving 4 PHCs. CHC serve 4 PHC. Another point there, it is serve 1,20,000 people. It is serve 1,20,000 people. അടുത്ത പോയിന്റ് എന്താ വരിക? ഇനി അടുത്ത പോയിന്റ് എന്താ വരിക? It is serve 1,20,000 people. കേട്ടോ, സർവ് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത് 1,20,000 ആളുകളെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ വരിക? It is supposed 30 beds. It have at least 30 beds. കേട്ടോ, it have at least 30 beds. ഇനി എന്തൊക്കെയുണ്ട്? ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് അല്ലെ? അതൊക്കെ എഴുതാം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻ CHC. ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി,
X-ray facilities are available in CHC. അതുപോലെ എത്ര സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എന്നാ പറയുന്നേ? A team of 4 medical specialists. A team of 4 medical specialists. മാം സെക്കൻഡ് പോയിന്റ് പറയൂ. Second point, CHC serving 4 PHCs. ഓക്കെ മാം. ഓക്കെ, എന്തൊക്കെ പോയിന്റ് എഴുതിപ്പോന്ന് വായിച്ചാരെങ്കിലും? മാം ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയൂ. A team of 4 medical specialists. A team of 4 medical specialists. Okay. ഒന്ന് വായിച്ചേ, ഇത്രയും പോയിന്റ്സ് എഴുതിയെന്ന് വായിച്ചാരെങ്കിലും? പോയിന്റുകൾ എഴുതിയല്ലേ? ഒന്നുകൂടി വായിക്കൂ കേട്ടോ. ഇപ്പൊ ആരെങ്കിലും ഒരാൾ വായിച്ചേ, ആരെ വായിക്കാം? The secondary sector of the Indian healthcare system. പിന്നെ PHC serving 4 PHC. PHC it serve 1,20,000 people. At least 30 beds. പിന്നെ Operation BHS laboratory etc. facilities in CHC. ഓക്കെ. A team of 4 medical specialists. അടുത്ത നോക്കിയത് ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു ഘടന, ഒരു രൂപഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് സെൻട്രൽ, അതായത് സെൻട്രൽ ലെവലിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ നമുക്ക് നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. സുപ്പീരിയർ ആയിട്ടുള്ള ഒന്നാണത്. അതായത് ഇന്ത്യയിൽ തന്നെ എന്താണ് ഏറ്റവും സെൻട്രൽ ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒന്നാണിത്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. നമ്മൾക്ക് പല പല വിഭാഗങ്ങളുണ്ട് അല്ലെ, മന്ത്രി വിഭാഗങ്ങളുണ്ട്, മന്ത്രിതല വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു വിഭാഗമാണിത് ആരോഗ്യ വിഭാഗം അഥവാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെൻട്രൽ ലെവലിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണിത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഇതാണ് നാഷണൽ ലെവലില് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇനി തൊട്ടു താഴെ അതിന്റെ കീഴിലായിട്ട് വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. അതായത് സംസ്ഥാന തലത്തിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യൂണിയൻ ടെറിട്ടറീസ് ആണ് കേട്ടോ UTS. യൂണിയൻ ടെറിട്ടറീസിലും എന്താണ് നാഷണൽ ലെവലിലെ അവരാണ്. അതായത് നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് എന്ത് വരുന്നത്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTSലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് എന്താണ് 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. 28 സംസ്ഥാനങ്ങളും കൂടി എന്താണ്, പിന്നെ എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ. 30 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ സ്ഥലത്തൊക്കെ എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത്. എന്തിന്റെ കീഴിലാ? സെൻട്രൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ UTS മീനിങ് എന്ന് പറഞ്ഞാല് യൂണിയൻ ടെറിട്ടറീസ് കേട്ടോ. ഞാനൊന്ന് ടൈപ്പ് ചെയ്തിടാൻ കേൾക്കുന്നില്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ആണ് കേട്ടോ. യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, മീൻസ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. നമ്മുടെ എന്താ പറയാ
ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, പോണ്ടിച്ചേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ, അതൊക്കെയാണ് എന്ത് വരുന്നത്, കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോ ഇതൊക്കെ ഇവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ കീഴിലാണ്, ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ്. നമ്മുടെ കേരളത്തിലാണ് അല്ലെ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്താണ് അല്ലെ, സെക്രട്ടേറിയറ്റിലാണ് അല്ലെ. പല പല മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതിനകത്ത് ആരോഗ്യ വിഭാഗത്തിന് വേണ്ടി മാത്രം എന്തുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പോ അവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി ആരാ ഇപ്പോഴത്തെ? വീണ ജോർജ് ആണ് അല്ലെ. വീണ ജോർജ് ആണ്. വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവരുടെ കീഴിലായിട്ട് എന്താണ്, ധാരാളം പേഴ്സണൽ സ്റ്റാഫുകളും ഉദ്യോഗസ്ഥരും ഉണ്ട് അല്ലെ. ഈ ഒരു നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ മന്ത്രിയും അതുപോലെ തന്നെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഉദ്യോഗസ്ഥരും കൂടിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിന്റെ കീഴിലായിട്ട് അതിന്റെ താഴെയായിട്ട് വരുന്നതാണ് റൂറൽ ഏരിയാസില് CHC, PHC, സബ് സെന്റർ. നമ്മളിപ്പോ 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓരോ കാര്യങ്ങളും പഠിച്ചല്ലോ. 3 CHC എന്താണ്, PHC എന്താണ്, സബ് സെന്റർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഡിസ്ട്രിക്ട് ലെവൽ കേട്ടോ. സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞു, അതിനുശേഷം ഡിസ്ട്രിക്ട് ലെവലാണ്, അതിനുശേഷം എങ്ങോട്ടാ വരുന്നത്? റൂറൽ ഏരിയാസിൽ CHC, PHC, സബ് സെന്റർ. ഇനി അർബൻ ഏരിയാസിലാണെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറി വരുന്നുണ്ട്. അപ്പോ സ്റ്റേറ്റ് ലെവലിലെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്, എല്ലാ സ്റ്റേറ്റിനും എല്ലാ യൂണിയൻ ടെറിട്ടറീസിനും എന്തുണ്ട്, ഈ ഒരു ആരോഗ്യ വിഭാഗമുണ്ട്. നമ്മുടെ തന്നെ എന്താണ്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആരോഗ്യ വിഭാഗത്തെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അവരുടെ കീഴിലാണ് ഡിസ്ട്രിക്ട് ലെവല്. നമുക്ക് കേരളത്തിലാണെങ്കിൽ 14 ജില്ലകളുണ്ട്. 14 ജില്ലകൾക്കും എന്തുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലും ഓരോരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് എന്ത് കൊടുക്കുന്നത്, CHCക്കും PHCക്കും സബ് സെന്ററിനും എന്ത് കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ, താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ അർബൻ ഏരിയാസില് ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും ആണുള്ളത്, നഗരപ്രദേശങ്ങളിൽ. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഭരണ സംവിധാനം. ഓക്കെ. ഈ ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലായോ നിങ്ങൾക്ക്, എങ്ങനെയാ വരുന്നതെന്ന്? ഓക്കെ. എങ്ങനെയാ, ഒരാള് പറഞ്ഞു ഒന്ന്. ഫസ്റ്റ് ഏത് ലെവലാ? നാഷണൽ ലെവൽ. നാഷണൽ ലെവലിലാണ് ആദ്യം. ഓക്കെ. അതിന്റെ അണ്ടറിൽ വരുന്നത് എന്താ? സ്റ്റേറ്റ് ലെവലാണ്. അല്ലെ. ഇനി അതിന്റെ കീഴിൽ എന്താ വരുന്നത്? district level. District level. ഇനി അതിന്റെ കീഴിലോ? Rural area CHC, urban plus. റൂറൽ ഏരിയ CHC. ഓക്കെ. അപ്പൊ മനസ്സിലായാലും ഞാൻ നോട്ട് പറയണ്ടല്ലോ. പറയണോ വേണ്ടല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ. Okay. Clear. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഒരാളൊന്ന് വായിക്കാം കേട്ടോ. ആരാ വായിക്കാം? വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. അഭിരാമി വായിക്കോ? ആരാ വായിക്കാം? നിങ്ങൾ തന്നെ മുന്നോട്ട് വരാം കേട്ടോ. ആരെങ്കിലും ഉണ്ടോ വായിക്കാനായിട്ട്? രേഷ്മ. ഓക്കെ. രേഷ്മ ഒന്ന് വായിച്ചു മോളെ. ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഇൻട്രാമ്യൂറൽ സർവീസ് വിത്തിൻ ദ വോൾ ഓഫ് ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള സർവീസസ്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ
സർവീസസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്ത് വരുന്ന സർവീസസ്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ റീസ്റ്റോറീവ്. ഫസ്റ്റ് വരുന്നത് ഡയഗ്നോസ്റ്റിക്, സെക്കൻഡ് കറേറ്റീവ്, തേർഡ് റീഹാബിറ്റേറ്റീവ്, ഫോർത്ത് കെയർ ഓഫ് എമർജൻസീസ്. ഡയഗ്നോസ്റ്റിക് വിശദീകരിക്കേണ്ട. രണ്ടാമത്തത് എന്താ? സെപ്റ്റംബർ ഇവിടെ ഹെഡിങ് പ്രിവെന്റീവ്. തേർഡ് വൺ 3 എഡ്യൂക്കേഷൻ, 4 റിസർച്ച്, പിന്നെ എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് കൊടുക്കുന്ന സേവനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ അകത്ത് പറഞ്ഞാണ് റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതായത് നമുക്ക് ഒരു രോഗം വന്നാൽ അതിന്റെ രോഗനിർണയം, അതേപോലെ രോഗമുക്തി, അതിനു വേണ്ടിയുള്ള എമർജൻസി കെയർ, പിന്നെ ഒരു രോഗത്തെ പറ്റിയുള്ള പഠനം എന്നിവ. അത്രേ ഉള്ളു അല്ലെ? അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിപ്പിച്ചതാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത് അല്ലെ? ഹോസ്പിറ്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ കർത്തവ്യങ്ങൾ അല്ലെ, ചുമതലകൾ എന്തൊക്കെയാണ്, ഹോസ്പിറ്റലിൽ നൽകുന്ന ചുമതലകൾ അല്ലെങ്കിൽ അവര് വഹിക്കുന്ന കടമകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ആ ഹോസ്പിറ്റൽ ഫംഗ്ഷനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻട്രാമ്യൂറൽ, 2 എക്സ്ട്രാമ്യൂറൽ. ഓക്കെ. അപ്പൊ ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങളാണിത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ അകത്ത് നൽകുന്ന സേവനങ്ങളെയാണ് നമ്മള് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എക്സ്ട്രാമ്യൂറൽ എന്താണെന്ന് നോക്കാം. സർവീസസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താ പറയുന്നേ? അതായത് ഹോസ്പിറ്റലിന് പുറത്തു കൊടുക്കുന്ന സേവനങ്ങളെ നമ്മള് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ പറയാം. ഓക്കെ. അപ്പോ ഹോസ്പിറ്റൽ ഫംഗ്ഷനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻട്രാമ്യൂറൽ, മറ്റൊന്ന് എക്സ്ട്രാമ്യൂറൽ. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നൽകുന്ന സേവനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഹോസ്പിറ്റലിന്റെ പുറത്തു കൊടുക്കുന്ന സേവനങ്ങളാണെന്ത്? എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരിക. രണ്ടും ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആദ്യം നമ്മള് നോക്കാൻ പോകുന്നത് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ ആദ്യത്തേതാണ് റിസ്റ്റോറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. റിസ്റ്റോറേറ്റീവ്. അതിനകത്ത് ആദ്യം ഡയഗ്നോസ്റ്റിക് ആണ് വരുന്നത്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗ്നോസ്റ്റിക് ഷുഗർ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ രോഗനിർണയത്തിനാണ് നമ്മള് ഡയഗ്നോസ്റ്റിക് എന്ന് പറയാം. These consist of the inpatient service involving medical, surgical and other specialties and special diagnosis. Okay. അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ, അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് ഒരു രോഗി ചികിത്സിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അയാളെ ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ കിടത്തുക ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡയഗ്നോസിസ്, അതായത് എന്തെങ്കിലും രോഗനിർണയമോ ചികിത്സയോ കൂടുതലായിട്ട് ആ രോഗിക്ക് ആവശ്യമാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ ആ രോഗിയെ കിടത്തുകയല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെ കിടക്കുന്ന രോഗികൾക്ക്, ഇൻപേഷ്യന്റ് ആയിട്ടുള്ള രോഗികൾക്ക്, അവർക്ക് രോഗനിർണയം, അതായത് രോഗം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നെ സർജറി ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ
സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് പ്രത്യേകമായിട്ടുള്ള രോഗനിർണയം, ഇപ്പൊ എന്താണ് റയർ ആയിട്ടുള്ള ഡിസീസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടി, അതായത് അധികം ആർക്കും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ആണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പാടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ് സ്പെഷ്യൽ ഡയഗ്നോസിലൂടെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ നമ്മള് രോഗത്തിനായിട്ട് ചെല്ലുന്ന ഹോസ്പിറ്റലില് നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ചെയ്തു തരുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണിത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനില് റിസ്റ്റോറേറ്റീവില് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത പറയട്ടെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, നമ്മളെ പിടിച്ച് കിടത്തുകയാണ്, പിന്നെ നമ്മൾ അവിടെ പുറത്ത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരികയാണ്. നമ്മുടെ ഇപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി കൊടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലൂടെ നമുക്ക് ESRL കൗണ്ട് കൂടുതലാണെന്ന് കണ്ടെത്തി, അതിന് വേണ്ടിയുള്ള മരുന്നുകൾ അവര് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് വേറെ എന്തെങ്കിലും നമുക്ക് വയ്യാഴിക ഉണ്ടെങ്കിൽ അതിന്റെ രോഗനിർണയം നടത്തുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യൂറേറ്റീവ് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ വിധത്തിലുമുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാ വിധത്തിലുമുള്ള ചികിത്സ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യുന്നു ലഭിക്കുന്നു. ഇപ്പൊ ചുമയോ അല്ലെങ്കിൽ പനിയോ അല്ലെങ്കിൽ ജലദോഷമോ ഇത് തന്നെയാവട്ടെ, നമുക്ക് എന്താണ് ഇന്ന രോഗം എന്നില്ല, എന്ത് രോഗം വന്നാലും എന്ത് ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാം അല്ലെ. എല്ലാ തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് മരുന്ന് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിഹാബിലിറ്റേറ്റീവ്. എന്തായിരിക്കും റിഹാബിലിറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? റിഹാബിലിറ്റേറ്റീവ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തായിരിക്കും റിഹാബിലിറ്റേറ്റീവ്? അവിടെ സ്റ്റേ ചെയ്തിട്ട് രോഗം മാറ്റുന്ന, അതാണോ പുനരധിവാസം എന്നാണ് റിഹാബിലിറ്റേറ്റീവിന് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റിഹാബിലിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ പറയാൻ നമുക്ക് കൊറോണ പിടിവിട്ടെന്ന് വിചാരിക്കാം. കൊറോണ പിടിവിട്ട് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണ് നമ്മളെന്താണ് ഫിസിക്കലി വീക്ക് ആവും അല്ലെ, കൂടാതെ മെന്റലി നമ്മൾക്ക് എന്താണ് നമ്മൾ വീക്ക് ആവും, കൂടുതൽ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവും രോഗം വന്നു കഴിഞ്ഞാല്. ഇപ്പൊ കൊറോണ പോലുള്ള അങ്ങനെയുള്ള പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഡിസീസ് ഒക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആകും, നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ വീക്ക്നെസ് അനുഭവപ്പെടും. അങ്ങനെയുള്ള സമയങ്ങളില് നമ്മളെ ട്രീറ്റ്മെന്റിലൂടെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ. ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർഫിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട്, അതായത് സമൂഹവുമായിട്ട് എന്താണ് നമുക്ക് അധികം അറ്റാച്ച്മെന്റ് അല്ല അടുപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനെ വരാതിരിക്കുക. നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, നമുക്ക് ഭയങ്കരമായിട്ട് ലോൺലിനെസ് അനുഭവപ്പെടുക. ഇപ്പൊ കൊറോണയുടെ സമയത്തൊക്കെ ആണെങ്കിൽ ക്വാറന്റീൻ ഒക്കെ അനുഭവിച്ചവർക്കറിയാം അല്ല അതിന്റെ പ്രയാസങ്ങള്. അപ്പോ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഇരിക്കുന്ന നമ്മളെ എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങളും എന്താണ് പറഞ്ഞു തരികയും നമ്മളെ കൂടുതൽ എന്താണ് അതിനെക്കുറിച്ച് അവയർനെസ് ആക്കുകയും, ഇപ്പൊ ഇത്ര ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ക്വാറന്റീൻ കഴിയും, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാം, അങ്ങനെയുള്ള എന്താണ് നമ്മളെ സ്വാധീനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതിനെയാണ് റിഹാബിലിറ്റേറ്റീവ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ, പറയട്ടെ. ഓക്കെ, എന്ത് പറയിപ്പിക്കോട്ടോ, അപ്പൊ പറയണോട്ടോ. നെക്സ്റ്റ് കെയർ ഓഫ് എമർജൻസീസ് ആണ്. ആക്സിഡന്റ്സ് ആസ് വെൽ ആസ് ഡിസീസസ്. അതായത് എമർജൻസി ഘട്ടങ്ങളില്, അതായത് എമർജൻസി ആയിട്ട് വരുന്ന സ്റ്റേജുകളില്
അടിയന്തരമായിട്ടുള്ള പെട്ടെന്നുള്ള ചികിത്സ നൽകുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ക്യൂവില് നിൽക്കാന്ന് വിചാരിക്കാം, ഒപിയിൽ ക്യൂവില് നിൽക്കണം, കാഷ്വാലിറ്റിയിൽ ക്യൂവില് നിൽക്കാന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു ആക്സിഡന്റുമായിട്ട് ഒരാള് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് ആയിട്ട് ഒരാള് വന്നു. ഡോക്ടർ എന്താ ചെയ്യുക? ഹോസ്പിറ്റൽസ് എന്താ ചെയ്യുക? ആർക്കാ പ്രയോറിറ്റി കൊടുക്കുക? പെട്ടെന്ന് വന്ന ആൾക്കാർക്ക്, ആക്സിഡന്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക്, ആയിട്ട് വന്നവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതായത് അടിയന്തരമായിട്ട് ചികിത്സ ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കുന്നു? വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയിൽ വരുന്ന. ഓക്കെ, അപ്പൊ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനില് റീസ്റ്റോറേറ്റീവില് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഓക്കെ, ചിന്നു ജോസേ, ചിന്നു ഉണ്ടോ? മോളെ ഒന്ന് പറഞ്ഞേടാ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞേ, വിശദീകരിച്ച് പറഞ്ഞേ. ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ അകത്ത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് റീസ്റ്റോറേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നാൽ ആവശ്യമെങ്കിൽ ആളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ അകത്ത് വരുന്ന ഒരു പോയിന്റാണ്, ഫസ്റ്റ് പോയിന്റാണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ രോഗം നിർണ്ണയിക്കുന്നു. അതായത് രോഗം നിർണ്ണയിക്കുന്നു. എന്നിട്ട് ഇല്ല പറയാം. എന്നിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് സർജറിയിലൂടെയും അതുപോലെ തന്നെ മറ്റു സ്പെഷ്യാലിറ്റിയിലൂടെയും ഒക്കെ രോഗം നിർണ്ണയിക്കുന്നു. പിന്നെ സെക്കൻഡ് വൺ ക്യൂറേറ്റീവ്, അതായത് രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നെ റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗമൊക്കെ കഴിയുമ്പോഴത്തേനും, അതായത് അതൊക്കെ ചികിത്സിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവരെ സ്വാന്തനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ കെയർ ഓഫ് എമർജൻസീസ് എന്ന് പറഞ്ഞാൽ അതായത് സീരിയസ് ആയിട്ടുള്ള, അതായത് ആക്സിഡന്റ് പറ്റിയത് അല്ലെങ്കിൽ ഡിസീസ് ആയിട്ടുള്ള ആക്സിഡന്റ് പറ്റിയ ആളുകൾക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇൻട്രാമ്യൂറലിലെ പ്രിവെന്റീവ് എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തേത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത് ആണ്. ഓക്കെ, നമുക്കറിയാം അല്ലെ, അതായത് ഗർഭിണികൾക്ക് അല്ലെ നോർമൽ പ്രഗ്നൻസീസിന് എന്ത് ചെയ്യുന്നു? സൂപ്പർവിഷൻ കൊടുക്കുന്നു. ഗർഭിണികളായിട്ടുള്ള യുവതികൾക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ എന്താ പറയാ കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. കുഞ്ഞിന്റെ ജനന സമയത്തും അതുപോലെ തന്നെ ഡെലിവറി സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസ് അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നിർവഹിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യത്തേത് ഹോസ്പിറ്റലിലെ ഡെലിവറീസ് ഒക്കെ നടക്കുക, ചൈൽഡ് ബർത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ടീം അല്ലേ? ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ അടങ്ങുന്ന, അതാണ് ഇവിടെ പറയുന്നത് കേട്ടാ. ഓക്കെ, ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയാണ് എന്ത്? നോർമൽ പ്രഗ്നൻസീസിനും ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് അവരുടെ മാത്രമാണ്. ഇനി ബി എന്താണെന്ന് നോക്കാം. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളിലെ വളർച്ച, അവരുടെ നോർമൽ ഗ്രോത്തിനും അവരുടെ വികസനത്തിനും അവരുടെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും കുട്ടികളുടെ വളർച്ചയും ഡെവലപ്മെന്റും ഹോസ്പിറ്റലിൽ നോക്കുന്നത്? എങ്ങനെയാണത് അവർ ആ കടമ അവർ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ ആരെങ്കിലും? കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ വികാസം ഒക്കെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ് അത് നോക്കുന്നത് അവര്? സ്കാനിങ്ങിലൂടെയൊക്കെ
വാക്സിനേഷൻ സ്കാനിങ് ചെയ്തിട്ട് വാക്സിനേഷൻ അതായത് കുട്ടി ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യും, BCG കുത്തിവയ്പ് നൽകും അല്ലെ. അതുകൂടാതെ കൃത്യസമയത്ത് 1.5 വയസ്സില്, 4 വയസ്സില്, 2.5 വയസ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നുണ്ട്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് 5 കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുത്തിവയ്പ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ഗൈഡൻസിലാണ് നടത്തുന്നത്? ഹോസ്പിറ്റലിന്റെ ഗൈഡൻസില്. ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് എന്ത്, ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് അവരുടെ വളർച്ചയ്ക്കും അവരുടെ വികാസത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത്. അപ്പോ പ്രഗ്നൻസീസില്, ചൈൽഡ് ബർത്ത് സമയത്ത്, പിന്നെ കുട്ടികളുടെ ഗ്രോത്തില് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സി നോക്കിയേ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാംക്രമികമായിട്ടുള്ള രോഗങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സാഹചര്യത്തില് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുണ്ട്, വളരെ കാലം, TB പോലുള്ള രോഗങ്ങള്. ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറോണ, നിപ്പ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ്, കൺട്രോൾ ചെയ്യും. ഓക്കെ, അതിന്റെയൊക്കെ കൺട്രോള്, അതായത് നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഹോസ്പിറ്റൽസിന്റെ കയ്യിലാണ്. അവരതിനുള്ള നടപടികള് സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പൊ രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങള് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽസിന്റെ കടമയിൽ പെട്ടതാണ്. ഓക്കെ, അടുത്തത് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? നോട്ടീസുകൾ അല്ലെ, പല പല പോസ്റ്ററുകളും ഫ്ലക്സ് ഒക്കെ എന്താണ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും. ഇപ്പോ കൊറോണ സമയത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു എന്താണ് പ്രോപ്പർ ആയിട്ട് മാസ്ക് ധരിക്കുക, കൈകള് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക, അതുപോലെ തന്നെ എന്താണ് അധികം സ്പർശിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതൊക്കെ എന്താണ് കൊറോണ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ആരോഗ്യ വിദ്യാഭ്യാസം, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ നൽകുന്ന ഫംഗ്ഷനാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉണ്ടാകും ഹോസ്പിറ്റലുകളിൽ. അതുപോലെ വിറ്റമിൻസിന്റെ വിവരങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നതാണ്. ക്ലിയർ ആണോ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന്? മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, ഓക്യുപ്പേഷൻ കൊടുക്കുക. ഹോസ്പിറ്റൽസിന്റെ ഒരു കടമയാണെന്ത്, ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്, ഓക്യുപ്പേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് ഈ കോഴ്സ് പഠിക്കുന്നേ? എന്തിനു വേണ്ടിട്ടാ? ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടിട്ടല്ലേ? അതെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി അവരുടെ, അതായത് അവര് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ആളുകളെ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ ജോലിക്ക് എടുക്കുക അല്ലെങ്കിൽ ജോലിക്ക് വെക്കുക എന്നുള്ളത്. ധാരാളം ആളുകൾക്ക് എന്താ പറയാ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, പ്രിവെന്റീവ് ഫംഗ്ഷനില് വരുന്നത്. ക്ലിയർ ആണോ? ആരാ പറയുന്നതെന്ന്? ആരാ പറയാ? ഞാൻ പേര് പറയണ്ടല്ലോ. വോയിസ് കട്ട് ചെയ്യുന്നുണ്ട്. അതാ ആരാ പറയാ? ഞാനിപ്പോ പ്രിവെന്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സഫീല പറയാമോ? പറയാം. ഓക്കെ, പറഞ്ഞോ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. നോർമൽ പ്രഗ്നൻസിനും ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ കൊടുക്കുക, അതിന് മേൽനോട്ടം കൊടുക്കുക. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ്
ചിൽഡ്രൻ കുട്ടികളുടെ വളർച്ചയ്ക്ക് സൂപ്പർവിഷൻ കൊടുക്കുക. അതായത് വാക്സിന് പോലത്തെ സംഭവങ്ങൾ കൊടുക്കുക. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡിസീസ് പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ് ആണ്. രോഗം വന്നാൽ രോഗത്തെ കൺട്രോൾ ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷന്, ആരോഗ്യത്തിനുള്ള വിദ്യാഭ്യാസം, നോട്ടീസ് പോലത്തെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം നൽകുക. ഒക്യുപ്പേഷൻ, ആളുകൾക്ക് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജോലി നൽകുക, ട്രെയിനറായ ആളുകൾക്കുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദ്യാഭ്യാസമാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ വിദ്യാഭ്യാസമാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അല്ലെ. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കുക ഹോസ്പിറ്റൽസ്? ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുക എഡ്യൂക്കേഷൻ? ആർക്കാ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് കൂടുതൽ? നിങ്ങൾക്ക് അറിയില്ലേ ആർക്കാ കൊടുക്കുന്നേ? സ്റ്റുഡൻസിന് കൊടുക്കില്ലേ അവര്? ഇല്ലേ? ഇത് നോക്കിയാൽ നിങ്ങള് എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാ വരുന്നതെന്ന്. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ത് കൊടുക്കുന്നു? വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലേ ഹോസ്പിറ്റൽസ്? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാ? അതൊരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയല്ലേ? ആണല്ലേ. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മള് അല്ലെങ്കിൽ അവര് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. MBBS പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, PG ചെയ്യുന്ന ആളുകൾ. ഇപ്പോ MBBS കഴിഞ്ഞിട്ട് PG എടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭാഗങ്ങളില് പഠിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്താണ് സർജന്റ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർത്തോടെ, അല്ലെങ്കിൽ ENT, അതുപോലെ ഐയുടെ, അങ്ങനെ പല പല വിഭാഗങ്ങളായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകള്. നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്, നഴ്സുമാർക്കും മിഡ്വൈഫ്സ് സൂതകർമ്മിണികളാണ്. പ്രസവത്തിനൊക്കെ, പ്രസവ ഡെലിവറി സമയത്തൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട് നഴ്സുമാരുടെ ഒക്കെ കൂടെ നിന്നിട്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയാ? മിഡ്വൈഫ്സ് എന്ന് പറയാം. ഓക്കെ, പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് അവര്. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, അതായത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് ഹോസ്പിറ്റൽസില്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ്, അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പാരാമെഡിക് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പാരാമെഡിക് സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് കമ്മ്യൂണിറ്റി, അതായത് സാമൂഹികമായിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. പൊതുജനങ്ങൾക്ക് എന്ത് കൊടുക്കുക? അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുക. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? ഹോസ്പിറ്റലിന്റെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക് സ്റ്റാഫ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് റിസർച്ച് എന്ന് കേട്ടോ. റിസർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഗവേഷണം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് റിസർച്ച് അല്ലെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, അതായത് ഒരു രോഗം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ആ രോഗത്തെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച്, ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാട് കൂടി വേണോട്ട് നിങ്ങൾ നോക്കാനായിട്ട്. ഒരു രോഗം കണ്ടുപിടിച്ചു, എല്ലാ ഹോസ്പിറ്റൽസും എന്താണ് അതിനു വേണ്ടിയിട്ട് എന്താണ് ജാഗ്രതയോടെ നിൽക്കുക അല്ലെ. കാരണം ഏത് സമയവും എന്ത് ചെയ്യാം, രോഗങ്ങളെ റിപ്പോർട്ട് ചെയ്യാം, ആളുകൾ മരിക്കാം, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വരുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് രോഗത്തെ കുറിച്ചും ആളുകളുടെ ആരോഗ്യത്തെ കുറിച്ചും ഒക്കെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കൊറോണ എന്ന് പറയുന്നത് വേണ്ട, നിപ്പ എന്ന് പറയുന്ന ഒരു രോഗം അല്ലെ. ആ ഒരു രോഗം നമ്മൾക്ക് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോ എന്താണ്
ആളുകളിൽ എന്താണ് പല പല ക്യൂരിയോസിറ്റീസ് അല്ലെ, പല പല എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതായത് ആദ്യമായിട്ടാണ് ആ ഒരു രോഗം ഇവിടെ ആ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചും ആർക്കും അത്ര അറിയില്ല, ഹോസ്പിറ്റൽസിനും അത്ര കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇത് ഒരാൾക്ക് അല്ലെങ്കിൽ 2-3 പേർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ഗൗരവം ആളുകൾക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യും? ഇതിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് തുടങ്ങും. ഈ രോഗം എവിടെ നിന്നാണ് ആദ്യമായിട്ട് വരുന്നത്, ഈ രോഗത്തിന്റെ പാസ്റ്റ് എന്താണ്, ഇത് പരത്തുന്ന ബാക്ടീരിയയോ വൈറസോ അതിന്റെ പേരെന്താണ്, ഇത് മനുഷ്യരിലേക്ക് കടന്നാൽ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്, മനുഷ്യരിൽ ഇത് പടർന്നു പിടിച്ചാൽ എത്ര ദിവസമാണ് അത് നീണ്ടു നിൽക്കുക, മരണസാധ്യത എന്ന് പറയുന്നത് എത്രത്തോളമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ് എന്ത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് റിസർച്ചിലെ ഏട്ടാ. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ നിപ്പയുടെ സിനിമയാണ് അല്ലെ, നിപ്പ വൈറസിന്റെ. അതിനകത്ത് ആ രോഗം ബാധിച്ച് സിസ്റ്റർ മരിച്ചതിന് ശേഷം കുഞ്ചാക്കോ ബോബന്റെ ഒക്കെ നേതൃത്വത്തില് ഒരു സെമിനാർ പോലെ ഇവിടെ എന്താ പറയാ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിയൊക്കെ വന്നിരുന്നു, ആരോഗ്യമന്ത്രിയൊക്കെ വന്നിരുന്നു, ഒരു ഡിസ്കഷൻ മോഡില് നടക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, കണ്ടിട്ടുണ്ട് അല്ലെ. ആനത് നടക്കുന്നത് എന്താ, ഈ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു രോഗം അത് ആളുകളെ എത്രത്തോളം ബാധിക്കുന്നു, അതിന്റെ പാസ്റ്റ് എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അനലൈസ് ആണ് എന്ത് എ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ മെഡിസിൻ കേട്ടോ. അപ്പോ നമ്മള് ഒരു രോഗത്തെ കുറിച്ച് വ്യക്തമായിട്ട് അനലൈസ് ചെയ്തു, നമ്മൾക്ക് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടി അല്ലെ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാം, അതായത് ഇതിനു വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങും അല്ലെ. റിസർച്ചിലൂടെ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ കണ്ടുപിടിക്കും. അതാണ് ക്ലിനിക്കൽ മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു രോഗം വന്നാല് നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മരുന്നുകൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങും. ഇനി സി നോക്കിയേ, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഈ വാക്സിൻസ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മള് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്, സിയിൽ പറയുന്നത് കേട്ടോ. ആളുകളിൽ പരീക്ഷിക്കുന്നതും അതുപോലെ ഇത് നടപ്പാക്കുന്നതും. ഹോസ്പിറ്റൽസ് ഈ ഒരു കാര്യം നടപ്പാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് അവരുടെ അതായത് ആളുകളുടെ ബോഡിയിൽ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്തായിരിക്കും അവരുടെ കണ്ടീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്, സിയില് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയ അടുത്തത് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ആണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ, അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ പുറത്ത് കൊടുക്കുന്ന സേവനങ്ങളാണ് എന്ത് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. അതായത് രോഗി ഒരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ ആളെ പറയുന്ന പേരാണ് ഇത് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അയാൾ അവിടെ താമസിക്കുന്നില്ല, മറിച്ച് എന്താണ് മരുന്ന് മേടിച്ചിട്ട് തിരിച്ചു പോവുക ചെയ്യുന്നത്. അപ്പൊ പുറമേ നിന്ന് വരുന്ന രോഗികൾക്ക് സേവനം കൊടുക്കുന്നതാണ് എന്ത് ഔട്ട് പേഷ്യന്റ് സർവീസ്. അത് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയാൽ ഹോം കെയർ സർവീസ്. അതായത് ചില രോഗികൾക്ക് ഇപ്പൊ കിടപ്പിലായ രോഗികളുണ്ട്, അതുപോലെ തന്നെ അവശരായിട്ടുള്ള രോഗികള്, പ്രായമായിട്ടുള്ള രോഗികള്, ഇവർക്കൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ വന്ന് ചിലപ്പോൾ മരുന്ന് മേടിക്കാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള രോഗികളെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിചരണം കൊടുക്കുന്നതാണ്
ഹോം കെയർ സർവീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ ഡോക്ടറോ നഴ്സോ ഒക്കെ എന്താണ് വീടുകളിൽ ചെന്നിട്ട് പരിചരണം നടത്തുന്നതാണ് ഹോം കെയർ സർവീസ്. ഇനി മൊബൈൽ ക്ലിനിക്സ്. മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതായത് മൊബൈൽ ആംബുലൻസുകളൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാത്തരം ഫെസിലിറ്റീസും ചികിത്സാ സൗകര്യങ്ങളൊക്കെ ആ ഒരു ഇതിനകത്ത് ഉണ്ടാകും. നമ്മൾ എന്താണ് സഞ്ചരിക്കുന്നത് അല്ലെ, ട്രാവൽ ചെയ്തിട്ട് എന്താണ് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അല്ലെ ആളുകളെയൊക്കെ. അതാണ് മൊബൈൽ ക്ലിനിക്സ്. ഇനി ഡേ കെയർ സെന്റർ, അതായത് ആഴ്ചയിൽ 2-3 മാസം ഒരു ക്ലിനിക്ക് പോലെ പ്രവർത്തിക്കുന്നതാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ കേസ് അല്ല കേട്ടോ പറയുന്നത്. ഹോസ്പിറ്റല് ഉള്ളില് അകത്ത് കൊടുക്കുന്ന സേവനങ്ങളാണ് ചിലത്, ഇത് പുറത്ത് കൊടുക്കുന്നതാണ്. അതായത് ഇപ്പൊ സബ് സെന്റർ ഒക്കെ പോലെ പ്രവർത്തിക്കുന്ന ക്ലിനിക്സുകൾ ഉണ്ട്. അവിടെ ഡോക്ടർമാർ ചെന്നിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ആളുകൾക്ക് സേവനം കൊടുക്കും, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. അടുത്തത് നൈറ്റ് ഹോസ്പിറ്റൽ. ചില ഹോസ്പിറ്റൽസ് നൈറ്റ് മാത്രം പ്രവർത്തിക്കും. അതായത് ഇപ്പോ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ധാരാളം ആളുകളുണ്ട്, അങ്ങനെയുള്ള ഓഫീസുകളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ തൊട്ടടുത്തായിട്ട് എന്തുണ്ടാവും, നൈറ്റ് ഹോസ്പിറ്റൽസ് അവൈലബിൾ ആയിരിക്കുള്ളൂ, രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ആശുപത്രികൾ. ഇനി അടുത്തത് മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഓക്കെ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ് എന്ന് പറഞ്ഞാല് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലാണ് ഉണ്ടാവുക. അവിടെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കെയർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ സംഘടിപ്പിക്കുന്നതിലൂടെ അവർക്ക് അധികം വരുന്നില്ല, ചികിത്സയ്ക്കധികം പണം ആവശ്യമായിട്ട് വരുന്നില്ല. മാത്രമല്ല അവര് അർബൻ ഏരിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു വരേണ്ട ആവശ്യകതയും വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു കേട്ടാ. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും എടുത്തത്? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അല്ല മാഡം, ഇതിന് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞുതരുമോ? ഇമ്പോർട്ടന്റ് ആയത് ഇമ്പോർട്ടന്റ് ആയത് പറഞ്ഞു തരാം. ഇതിപ്പോ എല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു ചാപ്റ്റർ അല്ലല്ലോ, വലുതല്ലല്ലോ. ഇതൊക്കെ പഠിക്കേണ്ടതാ. ഓക്കെ, എല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് പ്രിവെന്റീവ് പറഞ്ഞേ. ഒരാള് പറഞ്ഞു പ്രിവെന്റീവ്. ആരാ പറയാ? പറഞ്ഞോ മോളെ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് ഒരു പ്രഗ്നന്റ് ആയ ലേഡീനെയും അതായത് അത് കുഞ്ഞിന്റെ ജനനം വരെയുള്ള കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് അത് നോക്കുക എന്നുള്ളത്. പിന്നെ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ വളർച്ചയും അവർക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഹോസ്പിറ്റൽസ് ആണ്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. അതായത് ഒരു നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് അതിന്റെ ടൈമിനനുസരിച്ചുള്ള പ്രിവെൻഷൻ, അതായത് കൺട്രോൾ നൽകുന്നത് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക, ഒരു രോഗം വന്നാൽ അതിനെപ്പറ്റിയുള്ള അവയർനെസ് നൽകുന്നത്. പിന്നെ ഒക്യുപ്പേഷൻ, നമുക്ക് വേണ്ടിയിട്ടുള്ള ജോലി, ഒരു ജോബ്സ് നൽകുന്നതും ഹോസ്പിറ്റൽസിന്റെ ഭാഗമായാണ്. വായിക്കാൻ. എഡ്യൂക്കേഷൻ, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ്, നേഴ്സ് ആൻഡ് മിഡ്വൈസ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ അകത്ത് വരുന്നതാണ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഹോസ്പിറ്റൽ സ്റ്റുഡൻസ്, സോഷ്യൽ വർക്കേഴ്സ്, പിന്നെ പൊതുജനങ്ങള്, റിസർച്ച്, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, ക്ലിനിക്കൽ മെഡിസിൻ, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ,
ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ഒരു ഡിസീസിനെ പറ്റിയുള്ള അവലോകനം നടത്തുക. പൊതുജനങ്ങൾക്ക് അതിനെ പറ്റിയുള്ള അറിയിപ്പുകൾ നൽകുക. ഒരു രോഗത്തെ പറ്റി അവര് എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻസ് നൽകുന്നു അവരോട്. പിന്നെ ക്ലിനിക്കൽ മെഡിസിൻ, ഒരു രോഗം വന്നാലുള്ള അതിനായിട്ട് ആദ്യത്തെ നടപടിയായിട്ടുള്ള മെഡിസിൻ നൽകുക. പിന്നെ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി. ഇനി എക്സ്ട്രാ ഫംഗ്ഷനിൽ എന്തൊക്കെയാ വരിക അപ്പോ? ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പ്. അപ്പോ എന്ത് ചെയ്യാ, വീട്ടിലിരുന്ന് നന്നായിട്ട് വായിക്കട്ടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, നന്നായിട്ട് വായിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ, അടുത്ത ക്ലാസ്സിലെങ്കിൽ പുതിയ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ചാപ്റ്റർ പറയൂ മിസ്, ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാന്. എന്താ മോളെ? അടുത്ത പ്രാവശ്യം എടുക്കുന്ന ചാപ്റ്റർ ഏതാണെന്നൊന്ന് പറയോ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിട്ടേ. എന്റെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കേട്ടോ, 4th ചാപ്റ്റർ. 4th, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ചോറ് കഴിക്കട്ടെ. ഓ ഓ ഓ